മകൾ ഭാഗ്യ സുരേഷ് വിവാഹവേളയിൽ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയർന്ന ചർച്ചയിൽ പ്രതികരണവുമായി നടനും BJP നേതാവുമായ സുരേഷ് ഗോപി രംഗത്തെത്തി. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആഭരണത്തിന്റെ ഉറവിടമടക്കം ചോദ്യം ചെയ്ത് ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിന് മറുപടി നൽകുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ സുരേഷ് ഗോപി. ഭാഗ്യ ധരിച്ചിരുന്ന ഓരോ ആഭരണവും മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും സമ്മാനമാണെന്നും GSTയും മറ്റെല്ലാ നികുതിയും കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറയുന്നു. ഇത്തരം പ്രചാരണങ്ങൾ നിർത്തണമെന്നും GST അടച്ചാണ് ആഭരണങ്ങൾ വാങ്ങിയത് എന്നും സുരേഷ് ഗോപി പറയുന്നു. ഇംഗ്ലീഷിലാണ് സുരേഷ് ഗോപിയുടെ പോസ്റ്റ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. ഓരോ ആഭരണവും അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും സമ്മാനമാണ്. GSTയും മറ്റെല്ലാ നികുതികളും കൃത്യമായി അടച്ചിട്ടുണ്ട്. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഡിസൈനർമാർ. ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നുള്ളതായിരുന്നു. ദയവായി ഇങ്ങനെ ചെയ്യുന്നത് നിർത്തുക. വൈകാരികമായി എന്നെയോ എൻ്റെ കുടുംബത്തെയോ തകർക്കരുത്. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും എളിയവനായ ഞാൻ പ്രാപ്തനാണ്, അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് സുരേഷ് ഗോപിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. താങ്കൾ ശരിയായ പാതയിലാണ്, സധൈര്യം മുന്നോട്ടു പോകണം എന്ന അഭിപ്രായമാണ് ഏറെപ്പേരും പങ്കുവയ്ക്കുന്നത്. ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യവുമില്ല. പട്ടികൾ അവിടെ കിടന്ന് ഓരിയിടട്ടെ. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. സുരേഷ് ഏട്ട, ഭാഗ്യയെ സ്വർണം കൊണ്ട് മൂടും ഈ നാട്ടിലെ ജനങ്ങൾ. അങ്ങനെ ഒരാവശ്യം വന്നാൽ ഒരു നിമിഷം വൈകില്ല. അത്രയ്ക്കും ഇഷ്ടമാണ് ആ ജനങ്ങൾക്ക് സുരേഷ് ഏട്ടനെ. ഗോസിപ്പും റൂമറുമൊക്കെ മറന്നേക്കൂ. നമ്മുടെ പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ വയ്ക്കൂ. ശക്തമായി മുന്നോട്ട് പോകുക. ഞങ്ങൾ ലക്ഷക്കണക്കിന് പേരുടെ പിന്തുണയുണ്ട്. അതെല്ലാം മറന്നേക്കൂ. നേരിൻ്റെയും സത്യത്തിൻ്റെയും പാത എന്നും ദുർഘടമായിരിക്കും. താങ്കൾ ശരിയായ പാതയിലാണ്, സധൈര്യം മുന്നോട്ടു പോകുക എന്നിങ്ങനെ ഒട്ടേറെ കമന്റുകളാണ് ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വരുന്നത്. ജനുവരി 17-ന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം. ബിസിനസ്സുകാരനായ മോഹന്റെയും ശ്രീദേവി മോഹന്റെയും മകൻ ശ്രേയസ് മോഹനാണ് വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുൾപ്പെടെ പ്രമുഖർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. താരപ്രഭയാൽ സമ്പന്നമായിരുന്നു ഭാഗ്യയുടെ വിവാഹ റിസപ്ഷനും. കൊച്ചിയിൽ വെച്ചാണ് റിസപ്ഷൻ നടന്നത്. തിരുവനന്തപുരത്ത് വിവാഹ സൽക്കാരം ഉണ്ടായിരുന്നു. മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും, ശ്രീനിവാസനും കുടുംബവും, കുഞ്ചാക്കോ ബോബനും കുടുംബം, ഹണി റോസ് തുടങ്ങി നിരവധി താരനിരകളാണ് റിസപ്ഷനിൽ പങ്കെടുക്കാനായി എത്തിയത്. എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ദിവസം മുതൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്കെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത്തരം ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നവർക്കതൊരു തിരിച്ചടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ പോസ്റ്റ്.